ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സന്തോഷകരമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്കൂളും ക്ലാസ്സുകളും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ വളരെ മനോഹരമായി നടക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോകാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി എൻ്റെ കൈകളിൽ ഒരു കളർ വാട്ടർ നിറച്ച ഒരു ബോട്ടിലുണ്ട്. എൻ്റെ കയ്യിൽ ഒരു പ്ലേറ്റ് കൂടെ ഉണ്ട്. ഞാൻ കാണിക്കാൻ പോകുന്ന ഈ കാര്യം നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിന് അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. റൈറ്റ്, നമ്മൾ മുമ്പിലോട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഓരോ കാര്യങ്ങളിൽ കൂടെയും ഓരോ പ്രതിസന്ധികളായിരിക്കാം, ഓരോ ദിവസവും നമ്മൾ നേരിടുന്ന കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ അത് നന്മയായിരിക്കാം, സന്തോഷകരമായിരിക്കാം, ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളും വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മൾ കയറിപ്പോകുമ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില കാര്യങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിൽ നിന്നുള്ള ഒത്തിരി നന്മകളെ ചോർത്തിക്കളയും. എന്തൊക്കെയായിരിക്കും ചോർത്തിക്കളയുന്നത്? ചില വ്യക്തികൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിൽ പോയി പെടും. ആ സമയത്ത് അവരുടെ കൈകളിൽ നിന്ന് ഒത്തിരി നന്മകൾ ചോർന്നു പോകും. എന്തൊക്കെ നന്മകളാണ് ചോർന്നു പോകുന്നതെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഒരു പക്ഷേ കൂട്ടുകാരുടെ കൂടെ കൂടി പഠിക്കാൻ പറ്റാതെ അവരുടെ വിദ്യാഭ്യാസം ചിലപ്പോൾ നഷ്ടമായി പോകാം, ചിലപ്പോൾ ഒന്ന് തോറ്റുപോകാം, പരാജയപ്പെട്ടു പോകാം. മാതാപിതാക്കളൊക്കെ ആ സമയത്ത് വഴക്ക് പറയും, ടീച്ചേഴ്സ് അവരെ വഴക്ക് പറയും. എന്നാൽ പോലും ഒരു പക്ഷേ പല കാര്യങ്ങളിൽ ഇടപെട്ട് വിദ്യാഭ്യാസം നഷ്ടമാകാം. നമ്മളുടെ സാമ്പത്തികം നഷ്ടമാകാം. നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോയി ഇടപെട്ട് നമ്മൾ ചെലവാക്കി നമ്മുടെ പണം നഷ്ടമാക്കി, അങ്ങനെ നമ്മളുടെ കൈകളിൽ നിന്ന് നമ്മുടെ സാമ്പത്തികം നഷ്ടമാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഏതോ കാര്യം നിമിത്തമോ ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ജോലി നഷ്ടമാകാം. അടുത്തത് നിങ്ങളുടെ ആത്മീയ ജീവിതം നഷ്ടമാകാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് നഷ്ടമാകാം. നമുക്കിപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടതുപോലെ ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ദൈവാലയത്തിൽ പോയിരുന്നാലും പള്ളിയിൽ പോയി ഇരുന്നാൽ പോലും നമുക്കൊന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നു എനിക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ചൂട് നമുക്ക് നഷ്ടപ്പെടാം. അടുത്തത് എന്തൊക്കെ നഷ്ടപ്പെടാം? നിങ്ങളുടെ താലന്തുകൾ നഷ്ടമാകാം കേട്ടോ. നിങ്ങളുടെ ദൈവം തന്നേക്കുന്ന അനേക താലന്തുണ്ട്. ഈ താലന്തുകളെ നിങ്ങൾ വേണ്ട രീതികളിൽ ഉപയോഗിച്ചെങ്കിലേ അത് മൂർച്ചയുള്ളതായി തീരത്തുള്ളൂ. നിങ്ങൾ കീബോർഡ് വായിക്കുന്ന ഒരാളായിരിക്കാം, ഗിറ്റാർ വായിക്കുന്ന ഒരാളായിരിക്കാം, പാട്ട് പാടുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾ കുറേ നാളുകൾ ഇതൊന്നും ഉപയോഗിക്കാതെ പ്രാക്ടീസ് ചെയ്യാതെ ഇരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഷാർപ്നെസ്, അതിൻ്റെ മൂർച്ച കുറഞ്ഞു പോകും. പക്ഷേ നിങ്ങളുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ മൂർച്ച വർദ്ധിക്കുന്നത്. അപ്പം ചിലരുടെ ലൈഫിൽ താലന്തുകൾ നഷ്ടമാകാം, ചിലർ അതൊക്കെ മറന്നുപോയി കാണാം. അടുത്തത് നിങ്ങളുടെ ആരോഗ്യം നഷ്ടമായി പോകാം. ചിലപ്പോൾ ഇത് സംഭവിക്കാം, നമ്മൾ വെളിയിൽ പോയി കഴിക്കുന്ന നിമിത്തം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകാം. അടുത്തത് നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് നഷ്ടമാകാം, നല്ല കൂട്ടുകാരെ നമുക്ക് നഷ്ടമാകാം. നമുക്ക് സഹായിക്കാനുള്ള 2 ടൈപ്പിലുള്ള കൂട്ടുകാരുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. ചില കൂട്ടുകാർ നമ്മളെ തകർക്കാൻ വരുന്നവരാ, മറ്റു ചില കൂട്ടുകാർ നമ്മുടെ ലൈഫിൽ അനുഗ്രഹത്തിന് വേണ്ടി വരുന്നവരാ. നിങ്ങളത് തിരിച്ചറിയണം. അപ്പം നമ്മുടെ ലൈഫിൽ കൂട്ടുകാർ നഷ്ടമായി പോകാം. അടുത്തത് ഏതെങ്കിലും തരത്തിലുള്ള നന്മകളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി വരാം. എൻ്റെ ലൈഫിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നഷ്ടമായിട്ടുണ്ട്. എൻ്റെ ഇഗ്നോറൻസ് കൊണ്ട്, അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ഇതൊക്കെ നഷ്ടമായി പോയ അവസരങ്ങളുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ ഇതൊക്കെ നഷ്ടമായി പോയിട്ടുണ്ട്. ഒന്ന് ഓർത്തേ, ഇതൊക്കെ ഈ ബ്ലൂ കളറും ഈ ബോട്ടിലും കാണിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിനെയും നിങ്ങളുടെ അകത്തുള്ള നന്മയെയുമാണ് കാണിക്കുന്നത്. നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇതെല്ലാം നഷ്ടമായി പോകാം. ഞാൻ ഇതെല്ലാം ഉണ്ടല്ലോ ഇവിടെയോട്ടങ്ങ് ഒഴിക്കുക, ഇതിനകത്തോട്ടങ്ങ് ഒഴിക്കുക. നോക്കിയേ, എല്ലാം നഷ്ടമായി പോയെന്ന് വെച്ചോ. ഇനി ഏതെങ്കിലും രീതികളിൽ ഈ നഷ്ടമായി പോയ കാര്യത്തെ നിങ്ങൾക്ക് എങ്ങനെങ്കിലും തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നഷ്ടമായി പോയ വിദ്യാഭ്യാസം ശരിയാ, ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. പക്ഷേ ലോകപ്രകാരമുള്ള മനുഷ്യർക്ക് ഇതൊക്കെ അസാധ്യമാണ്. പലരുടെ മുമ്പിലും ഏറ്റവും കൂടുതൽ നഷ്ടമായി പോയ സമയം ഒരിക്കലും തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇത്രയും കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നുണ്ട്, അയ്യോ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോയി, ഞാനത് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ നടന്നില്ല,
ഞാൻ അന്ന് എന്തുകൊണ്ടാണോ അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസം നഷ്ടമായി പോയത്, എൻ്റെ സാമ്പത്തിക നഷ്ടമായി പോയത്, ഇത്രയും വലിയ കടം വന്നത്, എൻ്റെ വണ്ടി, എൻ്റെ വാഹനം ആക്സിഡൻറ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നഷ്ടമായി പോകാം. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുക. ഈ എക്സ്പെരിമെൻ്റ് അതാ, ഏതെങ്കിലും രീതികളിൽ നിങ്ങൾക്ക് നഷ്ടമായി പോയ, ഉദാഹരണത്തിന് ഈ വെള്ളം നിങ്ങൾക്ക് ഈ പ്ലേറ്റിൽ തൊടാതെ തിരിച്ച് ഈ ബോട്ടിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റുമോ? ഒരു സ്ട്രോയോ ഒരു സ്പൂണോ വേറെ ഒന്നും തൊടാതെ, ഒന്നും ഉപയോഗിക്കാതെ, ഈ പ്ലേറ്റിൽ തൊടാതെ ഈ നഷ്ടമായി പോയ, വീണുപോയ ഈ വെള്ളത്തെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് ഈ ബോട്ടിലിനകത്തോട്ട് കയറ്റാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സ്ട്രോ ഉപയോഗിക്കാൻ പറ്റത്തില്ല, സ്പൂൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഈ പ്ലേറ്റിനകത്ത് തൊടാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? പക്ഷേ ഞാൻ നിങ്ങളെ മറ്റൊരു എക്സ്പെരിമെൻ്റ് കാണിക്കാം. എന്തുവാണെന്നറിയാമോ? ഈ നഷ്ടമായി പോയ സകല അനുഭവങ്ങളും സകല നന്മകളും എല്ലാം നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് തരാൻ പറ്റുന്ന ഒരാളുണ്ട്. അതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഒത്തിരിയും കൂട്ടുകാർ ചിന്തിക്കുന്നുണ്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നല്ലേ. റൈറ്റ്, നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ്, വളരെ സേഫായിട്ട് നിങ്ങളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. ഞാനത് കാണിക്കാൻ വേണ്ടി പോവാം. എൻ്റെ കയ്യിൽ അടുത്തൊരു പ്ലേറ്റ് ഇവിടെ ഉണ്ട്, മറ്റൊരു പ്ലേറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ആ പ്ലേറ്റ് വെച്ചുകൊണ്ട് നിങ്ങളെ ഈ എക്സ്പെരിമെൻറ്റ് കാണിക്കാൻ വേണ്ടി പോവാം. നോക്കിയേ, ഈ പ്ലേറ്റിൻ്റെ നടുക്ക് ഒരു മെഴുകുതിരി ഞാൻ മെഴുകുതിരി വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഈ വെള്ളം ഇതുപോലെ നിങ്ങളുടെ നന്മകളെല്ലാം പോയെന്ന് വെച്ചു. മറ്റേ പ്ലേറ്റ് ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചു. നന്മകളെല്ലാം പോയി, എല്ലാം നഷ്ടമായിപ്പോയി. നിങ്ങളുടെ നല്ല അനുഭവങ്ങൾ, വിദ്യാഭ്യാസം എല്ലാം നഷ്ടമായിപ്പോയി. ഇനി ഇത് എങ്ങനെയാണ് തിരിച്ച് ഈ ബോട്ടിലേക്ക് വരുന്നതെന്നറിയാമോ? കൂട്ടുകാരെ, ലോകത്തിൽ മറ്റാർക്കും നമുക്ക് നഷ്ടമായി പോയ കാര്യങ്ങളെ കൊണ്ടുതരാൻ പറ്റത്തില്ല. നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാം, ഹാർഡ് വർക്ക് ചെയ്താൽ, നാം കുറച്ചും കൂടെ അധ്വാനിച്ചാൽ, കുറച്ചും കൂടെ കാര്യങ്ങളെ ചെയ്താൽ ഒരു പക്ഷെ കിട്ടുമെന്ന്. പക്ഷെ ഇതിൻ്റെ എല്ലാം മീതെ ഒരാൾ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. നമ്മുടെ താലന്ത് കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ നമ്മൾക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നതിൻ്റെ പരിധിയുണ്ട്. ഒരു സൈഡിൽ നേടിയെടുക്കും, മറു സൈഡിൽ മറ്റു പലതും നമ്മളിൽ നഷ്ടമാകാം. നിങ്ങൾ ഓർത്തോണേ, യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുവിനെ കുറിച്ച് പറയുന്നു, യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ്. യേശു ലോകത്തിൻ്റെ വെളിച്ചം മാത്രമല്ല, ഒരു മനുഷ്യൻ്റെയും കൂടെ കുടുംബത്തിൻ്റെയും കൂടെ വെളിച്ചമാണ്. ആ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, നോക്കിയേ, ഞാൻ ഈ ക്യാൻഡിൽ ഇവിടെ ഒന്ന് കത്തിച്ചു. യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. യേശു കർത്താവിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തു. അവൻ്റെ വചനത്തിന് സ്ഥാനം കൊടുത്തു. ഓരോ ദിവസവും അവൻ പറയുന്നതനുസരിച്ച്, ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് ഞാൻ കൺസിസ്റ്റൻ്റായി തുടർമാനമായി എല്ലാ ദിവസവും ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് ഓരോ സ്റ്റെപ്പുകൾ വെച്ച് മുൻപിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കണേ, നിങ്ങൾക്ക് നഷ്ടമായി പോയി, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലെന്ന് പറഞ്ഞ കാര്യം നിങ്ങളിപ്പോൾ പക്ഷേ എംപ്റ്റി ആയിരിക്കാം, എല്ലാം ശൂന്യമായിരിക്കാം. ഒത്തിരിയും ശൂന്യമായ ചിന്തകൾ കൊണ്ട്, വേദനകൾ കൊണ്ട് നിങ്ങൾ നടക്കുന്നവരായിരിക്കാം. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചു തരാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നഷ്ടമായ ഈ വെള്ളം മുഴുവനും ഇത് നിങ്ങളിലേക്ക് തിരിച്ചു തരാൻ പറ്റുന്ന ഒരാളുണ്ട്, അത് കർത്താവാണ്. ഞാനത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി പോവാം. ഞാൻ ഈ ബോട്ടിൽ ഇതിനകത്തേക്കൊന്ന് ഇറക്കി വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ നോക്കണേ. നിങ്ങളുടെ വീടുകളിൽ ഇതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും കൂടെ നോക്കണം. നോക്കിയേ, ഇത് ഇറക്കി വെച്ചുക, ഈ മെഴുകുതിരി കത്തുക. നോക്കിക്കേ, അവിടെ കിടക്കുന്ന ആ വെള്ളമൊക്കെ കയറി വരുന്നത് കണ്ടോ? ആ കിടക്കുന്ന വെള്ളമൊക്കെ ഈ ബോട്ടിലേക്ക് കയറി വരിക. അത് നടക്കുന്നതിൻ്റെ കാര്യം, ഈ ബോട്ടിനകത്തുള്ള ഓക്സിജൻ കത്തിപ്പോയി. അതിനുശേഷം ആ വെള്ളമെല്ലാം സക്ക് ചെയ്യുക, അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റിൽ കൂടെ നിങ്ങളോട് ഞങ്ങളൊരു കാര്യം പറയാം. ഇതുപോലെയാ നമ്മുടെ ജീവിതത്തിൽ യേശു വന്നാൽ, കർത്താവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നഷ്ടമായി പോയ എല്ലാ നന്മകളും നമ്മളിലേക്ക് മടങ്ങി വരും. എത്രയോ വ്യക്തികൾ അവരുടെ ജീവിതം തകർന്ന്, ഉടഞ്ഞ്, ബിസിനസ് തകർന്ന്, വിദ്യാഭ്യാസം തകർന്ന്, എല്ലാ നന്മകളും തകർന്നിട്ട് അവർ ജീവിതത്തിൽ പരാജിതരായി അങ്ങനെ ജീവിക്കുന്ന സമയത്ത് യേശു എൻ്റെ ജീവിതത്തിൽ വന്നു. നിങ്ങളിത് കേട്ടിട്ടില്ലേ? യേശു എൻ്റെ ജീവിതത്തിൽ വന്നു.
അതിനുശേഷം എനിക്ക് നഷ്ടമായതെല്ലാം തിരിച്ചു കിട്ടി എന്ന് നിങ്ങൾ അനേകരുടെ സാക്ഷി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഏതെങ്കിലും ശൂന്യമായ വേദന കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ലൈഫിനെയും യേശുവിനെ റിസ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത അങ്ങനെ. നഷ്ടമായി പോയാലും ഉടഞ്ഞു പോയാലും ആ കുശവൻ്റെ കരം നമ്മുടെ മേലിൽ കൂടെ ഒന്ന് ചലിച്ചാൽ വീണ്ടും നമ്മളെ ഏറ്റവും നല്ല മാനപാത്രമായി അവൻ നമ്മളെ മെനയും. അതാണ് ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത, ഒരു ടീച്ചറിന് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തതുപോലെ യേശുവിൻ്റെ കരം നമ്മുടെ മേൽ ചലിച്ചാൽ നമ്മുടെ ജീവിതത്തെ വീണ്ടും മനോഹരമാക്കാൻ പറ്റും. കുഞ്ഞേ, നിൻ്റെ വേദനയൊക്കെ നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ, നിൻ്റെ വേദനകളൊക്കെ, പെയിനുകളൊക്കെ നിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ട രീതികളിൽ മുമ്പിലോട്ട് കാണാൻ പറ്റുന്നില്ല, മുമ്പിലോട്ട് നിൻ്റെ ഭാവിയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇല്ല, അതിനെല്ലാത്തിനെയും എൻ്റെ കർത്താവിന് മാറ്റാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നഷ്ടമായി പോയ സകലത്തെയും മടക്കി തരാൻ പറ്റുന്ന ഒറ്റ കർത്താവ്. ആ കർത്താവിനെ നിങ്ങൾ സേവിക്കുക. ഞാൻ നിങ്ങളെ ഒരു വാക്യം കൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കാം. ഈ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊരു ബൈബിളിലെ ഒരു വാക്യം, ഒരു അങ്ങനെ ഉള്ളതിനെക്കാട്ടിൽ ഉപരിയായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ, ആത്മീക തത്വമാണ്. ഈ തത്വം നമ്മൾ പാലിച്ചാൽ അന്നേരമാണ് നമ്മുടെ ലൈഫിലേക്ക് ഇതെല്ലാം വരുന്നത്. നോക്കിയേ, ആ വെള്ളം എത്ര മുകളിലേക്ക് വന്നു. ഏതാ വാക്യം എന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയും എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഉടുക്കാനുള്ള വസ്ത്രം, കഴിക്കാനുള്ള ആഹാരം, പാർക്കാനുള്ള പാർപ്പിടം, നമുക്ക് വേണ്ടിയതെല്ലാം, ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയത് സകലവും ദൈവം നമുക്ക് നൽകാൻ വിശ്വസ്തനാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പലപ്പോഴും നമ്മൾ നന്മയുടെ പുറകെ ഓടുക, എന്നിട്ട് ഏറ്റവും അവസാനം ദൈവത്തിന് സ്ഥാനം കൊടുക്കുക. അങ്ങനല്ല. ഇന്നു തൊട്ട് കുഞ്ഞുങ്ങളെ, ഇന്നു തൊട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒന്നാമതാകട്ടെ. ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുക കേട്ടോ. അതോടുകൂടെ നിങ്ങൾക്ക് നഷ്ടമായത് മുഴുവനും ദൈവം തിരിച്ചു തരും. നോക്കിക്കേ, ഈ വെള്ളമെല്ലാം ഇതിനകത്ത് കയറി നഷ്ടമായതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വന്നു. യേശു നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ ഇതുപോലെയാണ്. നിങ്ങളുടെ ഭാവിയെ ദൈവം മാറ്റും. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനോഹരമായൊരു ജീവിതമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുമാ നാളുകളുടെ തലമുറകൾ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സകലത്തിൻ്റെ ഉടമസ്ഥനെ, കർത്താവേ, ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം മടക്കി തരാൻ പറ്റുന്ന ഏക കർത്താവേ, ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിക്കുക. വെളിച്ചമായി, തേജസ്സായി, അങ്ങ് ഞങ്ങളുടെ രക്ഷിതാവായി, കർത്താവായി, ദൈവമായി, ഞങ്ങളുടെ നാഥനായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ഇന്നു തൊട്ട് ഞങ്ങളുടെ ജീവിതം അങ്ങയിൽ ജീവിപ്പാൻ, അങ്ങയുടെ വഴികളിൽ നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങളെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ ഓരോ ആഗ്രഹങ്ങളും കർത്താവെ പറയാൻ പറ്റാത്തത്, കർത്താവെ അവർക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള വേദനയും അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഈ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ നഷ്ടമായതെല്ലാം മടക്കി കൊടുക്കണേ. ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ മാതാപിതാക്കൾക്ക്, കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്ക്, ദൈവരാജ്യത്തിന്, ഞങ്ങളുടെ സമൂഹത്തിന്, ഞങ്ങളുടെ രാജ്യത്തിന് ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാകട്ടെ. ഈ തലമുറയ്ക്ക് ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. ഞങ്ങൾ അങ്ങയുടെ തിരുനാമം ചൊല്ലി, യേശു കർത്താവിൻ്റെ നാമം ചൊല്ലി ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങൾ ഇവരെ മുദ്രവയ്ക്കുന്നു. അങ്ങയുടെ തേജസ്സിൻ്റെ കാവലിനാൽ ഈ തലമുറകളെല്ലാം പൊതിയപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ തിരുനാമം ഉയരണമേ. മഹത്വം ഞങ്ങൾ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നഷ്ടമായതെല്ലാം മടക്കി തരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിങ്ങളുടെ കൂടെ ഇന്നു തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഗോഡ് ബ്ലെസ്.